ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐറിസ് ഓൺലൈൻ ക്ലാസ്സസ്. മക്കളെ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതൊന്ന് റീകോൾ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്യാണ്. ഇന്നത്തോടുകൂടി നമ്മുടെ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നമ്മൾ 4 സെക്ഷനുകളായിരുന്നു. ഞാൻ ഒരുപാട് തവണ ഈ സെക്ഷനുകൾ നിങ്ങളോട് റീകോൾ ചെയ്തിട്ടില്ലാന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എന്നോടൊപ്പം നിങ്ങൾക്കും ഈ ചാപ്റ്ററിന്റെ സെക്ഷനുകൾ അത് കൃത്യമായിട്ട് പറഞ്ഞെടുക്കാനാകണം. ചാപ്റ്റർ നമ്മൾ 4 സെക്ഷനുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഏർലിയർ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. എല്ലാവർക്കും എന്നോടൊപ്പം പറയാൻ പറ്റും ഏർലിയർ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു എന്ന്. ഒന്നാമത്തത് ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. രണ്ടാമത്തേതായിരുന്നു ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് ലൊത്തർമെയർ ക്ലാസിഫിക്കേഷൻ. നാലാമത്തത് മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ. ശരിയാണല്ലോ? ഇതായിരുന്നു ചാപ്റ്ററിന്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ ആദ്യം മോഡേൺ പീരിയോഡിക് ലോ, ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പീരിയോഡിക് ടേബിളിനകത്തുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പീരിയഡുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് പറഞ്ഞു. പീരിയോഡിക് ടേബിളിന്റെ ഒരു ഓവറോൾ വ്യൂ മുഴുവനായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ചാപ്റ്ററിന്റെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ 100ന്റെ മുകളിൽ അറ്റോമിക് നമ്പർ ഉള്ള ആളുകളെ എങ്ങനെയാണ് നെയിം ചെയ്യുക എന്ന ടോപ്പിക്കായിരുന്നു സെക്ഷൻ നമ്പർ 3 കാത്തു വരുന്നത്. അതും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. സെക്ഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആണ്. അതിനകത്ത് നമ്മൾ ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ അറ്റോമിക് റേഡിയസ് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ അയോണിക് റേഡിയസ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ 5ാമത്തെ പ്രോപ്പർട്ടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുക. എന്താ പറയുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ എല്ലാവരും 4 പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു. 5ാമത്തെ പ്രോപ്പർട്ടിയുടെ ഹെഡിങ് എഴുതി വെച്ചുള്ള ദാറ്റ് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് ചെയ്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. മക്കളെ, എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും. വാട്ട് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ്. അതായത് എൻ്റെ കയ്യിൽ ഇവിടെ 2 ആറ്റങ്ങൾ ഉണ്ട് നോക്കുക. അതായത് ഉദാഹരണത്തിന് ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. HCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുക. HCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഈ ഹൈഡ്രജന്റെയും ക്ലോറിന്റെ ഇടക്ക് ഇവിടെ ഈ സാധനത്തെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്നാണ് പറയുക. ഹൈഡ്രജനും ക്ലോറിനും കൂടി നമ്മൾ ബോണ്ട് ചെയ്ത് ഈ പെയർ നമ്മൾ വിളിക്കുന്ന ബോണ്ട് പെയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ എലമെന്റിന് ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടാവും. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്ന ഈ എലമെന്റിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ ഇതിൽ ആർക്കാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് അയാൾക്കാണ് ബോണ്ടിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് അതൊരു ആറ്റത്തിന്റെ കഴിവാണ്. എന്ത്? ഈ ഇലക്ട്രോൺ പെയറുകളെ തന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഉദാഹരണത്തിന് ഹൈഡ്രജനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്ക് കൂടുതലാണ്? ക്ലോറിന് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇലക്ട്രോൺ പെയറിനെ നേരെ ആരുടെ അടുത്തേക്ക് കൊണ്ടുവരും? ക്ലോറിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ ഇലക്ട്രോൺ പെയർ ത്രൂ ഔട്ട് ആർക്ക് കിട്ടും? ക്ലോറിൻ കിട്ടും. അപ്പൊ ക്ലോറിന്റെ ആദ്യം നെഗറ്റീവ് ആവും, ഹൈഡ്രജന്റെ ആദ്യം പോസിറ്റീവ് ആവും. അങ്ങനെയാണ് നമ്മൾ H+ഉം Cl- എന്ന് HCl എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ കാണിക്കാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി മക്കളെ? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു ആറ്റത്തിന്റെ കഴിവാണ്. ഏത് ആറ്റത്തിന്റെ കഴിവ്? ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ആറ്റത്തിന്റെ കഴിവാണ്. എന്തിന്? ഇലക്ട്രോൺ പെയറിനെ തന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെ വിളിക്കുന്നവരാണിത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ്. അതായത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ശേഷം പഠിപ്പിച്ചു തരും. ഹൈഡ്രജന്റെ 2.1 ആണ്, ക്ലോറിന്റെ 3.5 ആണ്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലോറിന് കൂടുതലായതുകൊണ്ട് ഈ ഇലക്ട്രോൺ പെയറിനെ ആരെ അട്രാക്ട് ചെയ്യുക? ക്ലോറിനാണ് അട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ക്ലോറിൻ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും കിട്ടുന്നത്. ശരിയാണോ? അപ്പൊ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? നമുക്ക് എഴുതി വെക്കാം. വാട്ട് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? പറഞ്ഞാട്ടെ. It is the ability of an atom. It is the ability of an atom to attract shared pair of electron towards
ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എൻ്റെ ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് എന്ന് ആർക്കും പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ മനസ്സിലാക്കേണ്ടതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണ്. ഇറ്റ് ഈസ് എൻ എബിലിറ്റി. അതൊരു ആറ്റത്തിന്റെ കഴിവായതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു എബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്നാണ്. ഇറ്റ് ഈസ് എൻ എബിലിറ്റി, സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ് എന്നാണ്. ഇതൊരു എബിലിറ്റി ആയതുകൊണ്ട് ഇയാൾക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇലക്ട്രോനെഗറ്റിവിറ്റി രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങളും നമ്മൾ മുമ്പ് പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് അയോണൈസേഷൻ എനർജിയാണ്, രണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങളെയാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് അയോണൈസേഷൻ എനർജിയാണ്, രണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഒന്നെന്താ? അയോണൈസേഷൻ എനർജി, രണ്ടാമത്തെ എന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലിയർ ആവാത്ത ആരെങ്കിലുണ്ടോ? അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് അയോണൈസേഷൻ എനർജിയും, രണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് വാരി ചെയ്യുന്നത് വെച്ചാൽ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണോ വാരി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വാരി ചെയ്യുന്നത് എന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാലാമത്തെ പോയിന്റ്, 3 പോയിന്റുകൾ പറഞ്ഞു. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ towards itself is called electronegativity. It is an ability, so it has no unit. It is depends on ionization energy and electron gain enthalpy. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വേരിയേഷൻ ഗ്രൂപ്പിലും പീരിയഡിലും അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണോ വാരി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വാരി ചെയ്യുന്നത് എന്നാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ്. ഒന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്ന് വെച്ചാൽ ആ സ്കെയിലിനെ വിളിക്കുന്ന പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് പറയുന്നത്. എന്താ പറയാ? പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് പറയുന്നത്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് സ്കെയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ്. മറ്റൊരു സ്കെയിലിന്റെ പേരാണ് ജാഫെ മുള്ളിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ്. ജാഫെ മുള്ളിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. മറ്റൊന്നാണ് ഓൾറെഡ് റോഷോ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിലുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ സ്കെയിലിന്റെ പേരാണ് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, രണ്ടാമത്താണ് ജാഫെ മുള്ളിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, മൂന്നാമത്താണ് ഓൾറെഡ് റോഷോ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ല. പക്ഷേ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ്, അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണോ പീരിയോഡിക് ടേബിളിൽ വേരി ചെയ്യുന്നത്, ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വേരി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അവൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഹെഡിങ് എനിക്കുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മകളെ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അയോണൈസേഷൻ എനർജിയെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെയാണ്. അപ്പോൾ ഈ രണ്ടുപേര് എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എന്തും വേരി ചെയ്യുക, ഇലക്ട്രോനെഗറ്റിവിറ്റിയും വേരി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റോമിക് സൈസ് ആണ്. അറ്റോമിക് സൈസ് നിങ്ങളോട് പറഞ്ഞാണ് അറ്റോമിക് സൈസ് കൂടുമ്പോൾ നിങ്ങൾക്കറിയാം അറ്റോമിക് സൈസ് കൂടുന്ന സമയത്ത് അയോണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുക. അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുക. അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യും.
എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ടാളുകൾ എങ്ങനെയാണോ വാരി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയോണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യാം. എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടിയ അയോണൈസേഷൻ എനർജി കൂടും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ ചെയ്യുക? ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടുക തന്നെയാണ് ചെയ്യുക. സംശയമുണ്ടോ? അപ്പോൾ അറ്റോമിക് സൈസ് കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എൻട്രൻസ് എക്സാമുകൾക്കെല്ലാം ചോദിക്കുന്ന ഒരു സാധനമാണ്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മൂന്നാമത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ, ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ആനിയോൺസിന്റെ കേസിലും പറയാൻ പറ്റും, കാറ്റയോൺസിന്റെ സ്റ്റേറ്റിലും പറയാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം കാറ്റയോൺസിനെ കുറിച്ച് പറയാൻ പോകും. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? Al3+, Na+, Mg2+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വരുന്ന ആളുകളെയാണ് നമ്മൾ വിളിക്കുക കാറ്റയോണുകൾ എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ കാറ്റയോൺസ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അറ്റോമിക് സൈസ് കൂടുകയാണോ കുറയാണോ ആയിരിക്കും പറയാൻ പറ്റുമോ? ഓക്സിഡേഷൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ Mn മാംഗനീസിനകത്ത് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ? ഇനി Mn2+ എന്ന് പറയുമ്പോൾ ഇയാളിൽ നിന്ന് 2 ഇലക്ട്രോൺസിന് ഇയാൾ ലോസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇയാൾക്ക് 2 കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇയാളെക്കാളും സൈസ് കുറവാകും. ഇനിയിപ്പോ Mn4+ ആണെങ്കിലോ, Mn4+ എന്നാൽ പിന്നെ 2 ഇലക്ട്രോൺ കുറഞ്ഞു, അപ്പൊ ഇയാളെക്കാളും സൈസ് കുറവാണ്. ഇവിടെ Mn7+ ആണ് നോക്കുക, അങ്ങനെയാണെങ്കിലോ പിന്നെയും 3 ഇലക്ട്രോൺ കുറഞ്ഞു. അപ്പോൾ കാറ്റയോൺസ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ എന്ത് പറയും? അറ്റോമിക് സൈസ് എന്താ ചെയ്യാം? കുറയാണ് ചെയ്യാം. സംശയമുണ്ടോ? ഇല്ല. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ എന്ത് പറയും? അറ്റോമിക് സൈസ് കുറയും. നിങ്ങളുടെ അറ്റോമിക് സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുക ചെയ്യാം. അറ്റോമിക് സൈസ് കുറഞ്ഞാലോ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാറ്റയോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ആരുടെ കേസിൽ മക്കളെ? ആരുടെ കേസിൽ? കാറ്റയോൺസിന്റെ കേസിൽ എന്നാണ്. ഇറ്റ് ഇസ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ Mn2+ ഉണ്ട്, Mn4+ ഉണ്ട്, Mn7+ ഉണ്ട്. സംശയമുണ്ടോ? 3 ആൾക്കാർ തന്നിട്ട് Mn2+, Mn4+, Mn7+. ഇതിൽ ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇവരുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കാം? ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതാണ്. അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുതൽ ഇയാൾക്ക് 7, ഇയാൾക്ക് 4, ഇയാൾക്ക് 2. ആർക്കാ കൂടുതൽ മക്കളെ? ഇയാൾക്കല്ലേ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ വേറെ എക്സാമ്പിൾ ആണ്. അപ്പം എൻ്റെ അടുത്ത് O ഉണ്ട്, O+ ഉണ്ട്, O2+ ഉണ്ട്. ഇയാൾക്ക് ഓക്സിഡേഷൻ നമ്പർ 0, ഇയാൾക്ക് 1, ഇയാൾക്ക് 2. ഓക്സിഡേഷൻ നമ്പർ ആർക്കാ കൂടുതൽ? ഇയാൾക്കാ കൂടുതൽ. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ ഇങ്ങനെ ഉണ്ടാവും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ കാറ്റയോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ആനിയോൺസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആനിയോൺസ് മക്കൾ, ആനിയോൺസിൽ എങ്ങനെ പറയാം? ആനിയോൺസിൽ ഓക്സിഡേഷൻ നമ്പർ ആനിയോൺസിലാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ O ഉണ്ട്, O- ഉണ്ട്, O2- ഉണ്ട്. ഇയാൾ മൈനസ് ചാർജ് കിട്ടി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഇവിടെ 2 ഗെയിൻ ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുക ചെയ്യാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ അറ്റോമിക് സൈസ് എന്താ ചെയ്യുക മക്കളെ? അറ്റോമിക് സൈസ് കൂടുകയാണ് ചെയ്യുക. നിങ്ങളുടെ അറ്റോമിക് സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സംശയമുണ്ടോ? എന്ന് പറഞ്ഞാൽ ആനിയോൺസിന്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ ആൾക്കാണ് ഉണ്ടാവുക, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിന് പറയാം. O ഉണ്ട്, O- ഉണ്ട്, O2- ഉണ്ട്. ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ 0, ഇയാൾക്ക് 1, ഇയാൾക്ക് 2. ഓക്സിഡേഷൻ നമ്പർ കൂടിയ ആൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്ടാവുക. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെ ഉണ്ടാവും മക്കളെ? ഇതിന്റെ ഓർഡർ ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡി ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 അറ്റോമിക് സൈസ് ആണ്, 2 ഏതാ? ന്യൂക്ലിയർ ചാർജ് ആണ്, 3 ഏതാ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് ക്ലിയർ? ഓക്കെ. ഇതിന്റെ കൂടെ വേണമെങ്കിൽ എൻട്രൻസിന് ആവശ്യമായിട്ട് ഞാൻ ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് 4ാമത്താണ്. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ആണ്. പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ നമ്മൾ എൻട്രൻസിന് വേണ്ടി പറയുന്ന ഒരു സാധനമാണ്.
നിങ്ങൾ എസ് ക്യാരക്ടറെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ 4ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കും. SP ഹൈബ്രിഡൈസേഷൻ, SP2 ഹൈബ്രിഡൈസേഷൻ, SP3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തൽക്കാലത്ത് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ 3 ഹൈബ്രിഡൈസേഷൻ ചെയ്താൽ ഒന്ന് SP, ഒന്ന് SP2, ഒന്ന് SP3. ഒന്നുമില്ല, ഇത് 3 ഹൈബ്രിഡൈസേഷനുകളാണ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ ഓട് പഠിക്കും. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്പർ 4 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ എൻട്രൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി എസ് ക്യാരക്ടറുമായിട്ടുള്ള വേരിയേഷൻ മാത്രം പറയുക എന്നുള്ളതാണ് എൻ്റെ ഇവിടെ ആവശ്യകത. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ മക്കളെ എസ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റും. എങ്ങനെ എസ് ക്യാരക്ടർ കണ്ടുപിടിക്കുക? ഇവിടുത്തെ SP ആണെങ്കിൽ ഇവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരു എസും ഒരു പി ആണ്, 2 ആൾക്കാരാണ്. എത്ര? ഒരു എസും ഒരു പി ആകുമ്പോൾ 2 ആൾക്കാർ. 2ൽ ഒരു എസ് അല്ലേ? 2ൽ എസ് എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ 1, 2ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 50% ആയി. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ SP2 ആണെങ്കിലോ ഒരു എസും 2 പി 3 ആണ്. അപ്പോൾ എന്താ? 1/3 ആണ്. 1/3 ആണെങ്കിൽ എത്ര ഉണ്ടാവുക? 1/3 ആണെങ്കിൽ 33.3% ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ ആണെങ്കിൽ ഒരു എസും 3 പി ടോട്ടൽ 4 ആണ്. 4ൽ 1 ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഇവിടെ 25% ഉണ്ടാവും. ശരിയാണോ? ഇവിടെ 50, ഇവിടെ 33.3, ഇവിടെ 25%. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ പറയുന്ന പോയിന്റ് എത്രയാണ്? ഈ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്ന സമയത്ത് ബോണ്ട് പേരുകളെല്ലാം വളരെ തൊട്ടടുത്തേക്ക് വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥം തൊട്ടടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അട്രാക്ഷൻ വളരെ കൂടിയതല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പോയിന്റ് ഇവിടെ നമ്മൾ പഠിക്കും. കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിനാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് നമ്മൾ ഇത്ര നേരമായിട്ട് സംസാരിച്ച്. റെഡിയാണോ? ഓക്കെ. മകൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് വേരിയേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്. ഗ്രൂപ്പിലും പീരിയഡിലും ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കെട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്. ഗ്രൂപ്പിലും പീരിയഡിലും ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പറയട്ടെ മക്കളെ? ആണ്. ഇനി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ആദ്യം ഞാൻ ഗ്രൂപ്പിനകത്ത് വേരിയേഷൻ ആണ് പറയാൻ പറ്റും. ഗ്രൂപ്പിന്റെ വേരിയേഷൻ നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറയാം മക്കളെ? നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ടാണ് പറയാം. അപ്പോൾ എനിക്കിങ്ങനെ പറയാം ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഗ്രൂപ്പിന്റെ വേരിയേഷൻ പറയാം. അങ്ങനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുകയോ കുറയോ? ആറ്റത്തിന്റെ സൈസ് എന്താ ചെയ്യുക മക്കളെ? ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുക. സംശയമുണ്ടോ? ഞാൻ നേരത്തെ പഠിപ്പിച്ചു സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്യുക? സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഒരു മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. മനസ്സിലായി? റെഡിയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഞാൻ പീരിയഡിന്റെ വേരിയേഷൻ ആണ് പറയാൻ പോകുന്നത്. പീരിയഡിന്റെ വേരിയേഷൻ നമ്മൾ എവിടെ നിന്ന് കേട്ടാ പറയാം മക്കളെ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പറയാം. എന്താ പറയാ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് കൂടുകയോ കുറയോ മക്കളെ? ന്യൂക്ലിയർ ചാർജ് എന്താ ചെയ്യുക? ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക എന്നുള്ള. അപ്പോൾ നമ്മൾ ഒരു പീരിയഡിലും ഗ്രൂപ്പിലും ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ വേരി ചെയ്യുമെന്ന് പഠിച്ചു. ഗ്രൂപ്പിൽ മുകളിലും താഴത്തോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം ചില എലമെന്റുകളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂസുകളാണ് പഠിപ്പിച്ചത്. ബോർഡ് എക്സാമിന് അത്രത്തോളം കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻട്രൻസ് എക്സാമുകൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂസ് എന്ന് പറയാൻ പോകുന്നു. നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ ഞാൻ 17ാമത്തെ ഗ്രൂപ്പിൽ മുകളിൽ വരുന്ന ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആരാണെന്ന് വെച്ചാൽ ഫ്ലൂറിനാണ്. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് എന്ന പീരിയോഡിക് ടേബിൾ ലിസ്റ്റ് ഫ്ലൂറിനാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്ര വെച്ചാൽ 4 ആണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാന്ന് വെച്ചാൽ ഫ്ലൂറിനാണ്. ഏറ്റവും കുറവുള്ളത് ആർക്കെന്ന് വെച്ചാൽ എസ് ബ്ലോക്കിനകത്ത് വരുന്ന സീസിയത്തിനാണ്. നമ്മൾ ഫ്രാൻസിയത്തിനും പറയാറുണ്ട്. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറയാത്തത്. ഇനി റേഡിയോ ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിയത്തെ പറയാം, അല്ലെങ്കിൽ നമുക്ക് സീസിയത്തെ പറയാം. സംശയമുണ്ടോ? ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്, ഏറ്റവും കുറവുള്ളതായിരിക്കാം സീസിയത്തിനാണ്. അപ്പോൾ ഞാൻ ഇതിൽ എലമെന്റ്സിൽ എന്ന് പറയാം. ഫ്ലൂറിൻ കഴിഞ്ഞാൽ അടുത്ത ആരാ? ക്ലോറിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ബ്രോമിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ആരാ? അയഡിൻ ഉണ്ട്. സംശയമുണ്ടോ? ഇത് 17ാമത്തെ ഗ്രൂപ്പാണ്. ഇനി 17 കഴിഞ്ഞപ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ആരുണ്ടോ? ഓക്സിജൻ ഉണ്ടോ?
15ാമത്തെ ഗ്രൂപ്പിൽ ആരുണ്ടാവും? നൈട്രജൻ ഉണ്ടാവും. 14 ആരുണ്ടാവും? കാർബൺ ഉണ്ടാവും. 13 ആരുണ്ടാവും? ബോറോൺ ഉണ്ടാവും. ശരിയല്ലേ? അതായത് 17, 16, 15, 14, 13 പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവരുടെ വാല്യൂസിലാണ് കാണിക്കുന്നത്. ഏറ്റവും എന്താ പറയുക മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന പീരിയോഡിക് ടേബിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോറിൻ ആണ്. പഠിച്ചു വെച്ചോളാം. ഞാനിവിടെ പറയുന്നത് പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിലെ വാല്യൂസ് ആണ് പറയുന്നത്. പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിലെ വാല്യൂസ് ആണ് നമ്മൾ പറയുന്നത്. പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ, പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ ആണ്. പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകാരം ഫ്ലൂറിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോളാം 4 ആണ്. 4. ക്ലോറിന്റെ എത്രയാണെന്ന് വെച്ചാൽ 3 ആണ്. ബ്രോമിന്റെ 2.8 ആണ്. അയഡിൻ്റെത് 2.5 ആണ്. പഠിച്ചു വെച്ചോളാം. 4, 3, 2.8, 2.5. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ ഇലക്ട്രോണിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പൊ ശരിയല്ലേ? ആണ്. ഇനി കാരണം പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിറ്റി കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കൂടി പോകണം. ഇയാളത് 4 ആണെങ്കിൽ ഇയാളത് എത്രയെന്ന് വെച്ചാൽ 3.5 ആണ്. നൈട്രജൻ്റെത് 3 ആണ്. കാർബണിൻ്റെത് 2.5 ആണ്. ബോറോണിൻ്റെ 2 ആണ്. എന്താ പറഞ്ഞത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിറ്റി കൂടുകയാണ് ചെയ്യുക. മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോണിറ്റി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന വാല്യൂ ഏത് സ്കെയിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പോളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതോടുകൂടി നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ അവസാനിക്കുകയാണ്. മക്കളെ, അടുത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അടുത്ത സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് ട്രെൻഡ്സ് ഇൻ, നമ്മൾ ആദ്യം പറഞ്ഞ ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നെങ്കിൽ അടുത്ത് പറയാൻ ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന ട്രെൻഡ് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വാലൻസി ആണ്. ഇതെല്ലാവരും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് വാലൻസി. എന്താ മക്കളെ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാലൻസിയെ നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഇസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം? വാലൻസി എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദി കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണിത് വാലൻസി എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ NaCl എടുത്തു കഴിഞ്ഞാൽ ഒരു സോഡിയത്തിന് ഒരു ക്ലോറിന് മാത്രമായിട്ടേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഒരു സോഡിയത്തിന് ഒരു ക്ലോറിനുമായിട്ടേ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. വേറെ ഒന്ന് പറയട്ടെ, MgCl2 എന്ന് പറഞ്ഞാൽ ഒരു മഗ്നീഷ്യത്തിന് 2 ക്ലോറിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം വേറെ സംബന്ധിച്ച് AlCl3 എന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയത്തിന് 3 ക്ലോറിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അലുമിനിയത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എന്താണ് വാലൻസി എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റും, ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റിയെ വിളിക്കുന്നവരാണ് ഇത് വാലൻസി എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇങ്ങനെയും പറയാൻ പറ്റും, it is the number of electron lost or gained during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരാൾ എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്തോ എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തോ ആ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാലൻസി എന്ന് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ആണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്ഡ് or gained during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരാൾ എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്തോ ഗെയിൻ ചെയ്തോ ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് വാലൻസി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. Na+ എന്ന് പറഞ്ഞാൽ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് ഒരു ഇലക്ട്രോണെല്ലാം ലോസ് ചെയ്തപ്പോഴാണ് അയാൾ Na+ ഫോം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇയാളുടെ എത്ര ഇലക്ട്രോണെ ലോസ് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രോണാണ്. ഇങ്ങനെയാണ് ഇയാളുടെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ് അർത്ഥം. സംശയം ഉണ്ടോ? വേറെ എക്സാമ്പിൾ കാണിക്കാം. Mg2+ എന്ന് പറഞ്ഞാൽ ഒരു മഗ്നീഷ്യം ഇവിടെ എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ട്? ലോസ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ചാർജും ഗെയിൻ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ചാർജും. ഇയാൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോഴാണ് ഇയാൾ 2+ കിട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ വാലൻസി 2 ആണെന്നാണ് അർത്ഥം. ശരിയല്ലേ? വേറെ എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ Al3+ എന്ന് പറഞ്ഞാൽ അലുമിനിയം 3 ഇലക്ട്രോണുകൾ ലോസ്
ചെയ്തപ്പോഴാണ് അയാൾക്ക് 3+ ചാർജ് കിട്ടി എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ വാലൻസി 3 ആണ് എന്ന് അർത്ഥം. സംശയമുണ്ടോ? വേറെ എക്സാമ്പിൾ നോക്കിയാൽ Cl- ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. അയാൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തപ്പോഴാണ് അയാൾക്ക് Cl- ആയത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചില ആളുകൾ വാലൻസി ഇവിടെ -1 എന്ന് എഴുതാറുണ്ട്. അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം വാലൻസി എന്ന് പറയുന്നത് അതൊരു നമ്പറാണ്. അപ്പൊ നമ്പർ ആയിട്ട് പറയുമ്പോൾ അത് എത്ര എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത എണ്ണം 1 ആണ്. ഇനിയിപ്പോ O2- എന്ന് പറഞ്ഞാൽ അയാൾ 2 ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വാലൻസി 2 ആണ്. -1 എന്ന് എഴുതുന്നത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -1 ഉണ്ടാവുക. വാലൻസി ഒരിക്കലും എന്താവില്ല, മൈനസ് വരില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, വാലൻസി നെവർ ബി നെഗറ്റീവ് ആയിട്ട് വരുന്നതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നെഗറ്റീവ്. Cl- വാലൻസി 1 ആണ്. Cl- ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാവുന്നുണ്ടോ? വാലൻസി ഒരിക്കലും എന്തായിട്ട് എഴുതാൻ പാടില്ല, മൈനസ് ആയിട്ട് എഴുതാൻ പാടില്ല. കാരണം അത് എത്ര എണ്ണത്തെ വിട്ടുകൊടുത്തു, എത്ര എണ്ണത്തെ വാങ്ങിയെന്നാണ്. -1 എണ്ണത്തെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ -1 എണ്ണത്തെ വാങ്ങി എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നർത്ഥം. ക്ലിയർ ആണ്? എന്ന് പറഞ്ഞാൽ വാലൻസി അതൊരു നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് പറയാൻ പാടില്ല, അതിനെ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. അപ്പൊ എന്താണ് വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടാവും? 2 തരത്തിൽ പറയാൻ പറ്റും. ഇസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ എലമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്ഡ് ഓർ ഗെയിൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. മകളെ ഇനി പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, അപ്പൊ 13ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വാലൻസിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. ശരിയല്ലേ? വാലൻസിൽ 3 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ഇവർ ഒത്തിരി തേക്കണമെങ്കിൽ ഇവർ ഒന്നെങ്കിൽ 5 എണ്ണത്തെ വാങ്ങണം, അല്ലെങ്കിൽ ഇവർ 3 എണ്ണത്തെ കൊടുക്കണം. 3 എണ്ണത്തെ കൊടുക്കുക. അപ്പൊ ഇവരുടെ ബാലൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി 14ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 14ാമത്തെ ഗ്രൂപ്പ് എടുത്താൽ ഇവരുടെ ബാലൻസിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇയാൾ 4 എണ്ണത്തെ വാങ്ങാം, അല്ലെങ്കിൽ 4 എണ്ണത്തെ കൊടുക്കാം. അപ്പൊ ഇവരുടെ ബാലൻസി 4 ആയിരിക്കും. 15ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ ഒന്നുകിൽ ഇവർക്ക് എന്ത് ചെയ്യാം, 5 എണ്ണത്തെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ 3 എണ്ണത്തെ വാങ്ങാം. അപ്പൊ 3 എണ്ണത്തെ വാങ്ങുന്ന കാരണം ഇവരുടെ ബാലൻസി 3 ആയിരിക്കും. ശ്രദ്ധിക്കുക, 16ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസിൽ 6 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഒന്നുകിൽ 6 എണ്ണത്തെ കൊടുക്കാം, അല്ലെങ്കിൽ 2 എണ്ണത്തെ വാങ്ങാം. അപ്പൊ ഇവരുടെ ബാലൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 17ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 17 എടുത്തു കഴിഞ്ഞാൽ ബാലൻസിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഒന്നുകിൽ 1 വാങ്ങാം, അല്ലെങ്കിൽ 7 കൊടുക്കാം. ഏതോടൊപ്പം 1 വാങ്ങുന്നല്ലേ, ബാലൻസി 1 ആവും. പഠിച്ചു വെച്ചോളാം. 13ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ബാലൻസി 3 ആയിരിക്കും. 14 ആണെങ്കിൽ 4 ആയിരിക്കും. 15 ആണെങ്കിൽ 3, 16 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ 1. ഇനി എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. predict the formula of the compound. Predict the formula of the compound. റെഡി? എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് predict the formula of the compound. ഞാൻ ഒന്ന് രണ്ട് കാണിച്ചു തരാം. ഒന്നാമത്തെ പറഞ്ഞാൽ ഇപ്പം സിലിക്കണും ബ്രോമിനും ഇവർ തമ്മിൽ കൂടിച്ചേർന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോർഡ് എക്സാമിനൊക്കെ ഒരുപാട് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. predict the formula of the compound എന്ന് പറഞ്ഞാൽ വാലൻസിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സിലിക്കണും ബ്രോമിനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല നിങ്ങൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ നിങ്ങൾ ആദ്യം പീരിയോഡിക് ടേബിളിലെ എലമെന്റുകൾ പഠിച്ചത്. കാരണം എലമെന്റുകൾ ഏത് പീരിയഡിലായി ഏത് ഗ്രൂപ്പിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അപ്പൊ സിലിക്കൺ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, സിലിക്കൺ എന്ന് പറഞ്ഞാൽ അത് 14ാമത്തെ ഗ്രൂപ്പാണ്. 14ാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്നിലുണ്ട്. അപ്പൊ സിലിക്കൺ എന്ന് പറഞ്ഞാൽ 14ാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, സിലിക്കൺ 14ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരുടെ വാലൻസ് എത്ര? വാലൻസ് 4 ആണ്. പടിന് ഞാൻ 4 എഴുതി. സിമ്പിൾ. ഇനി ബ്രോമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്രോമിൻ 17ാമത്തെ ഗ്രൂപ്പാണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ 17ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പാണ് ഇവരുടെ വാലൻസ് എത്ര മക്കളെ? വാലൻസി 1 ആണ്. നിങ്ങളൊന്ന് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, അതായത് എലമെന്റിന്റെ അടിയിൽ എന്ത് ചെയ്യാം, അവരുടെ വാലൻസി കാണിക്കാം. സിമ്പിൾ. വാലൻസി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സിലിക്കണിന്റെ കൂടി 1 കൊടുക്കുക, ബ്രോമിന്റെ കൂടെ 4 കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോർമുല എങ്ങനെയുണ്ടാവും വെച്ചാൽ SiBr4 എന്നുണ്ടാവും. എന്താ SiBr4. സിമ്പിൾ. അപ്പോൾ ഈ 2 എലമെന്റുകൾ കൂടി ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞ ഫോർമുല എന്താ? SiBr4 എന്നാണ്. രണ്ടാമത് വേറെ എക്സാമ്പിൾ കാണിക്കാം. സിമ്പിൾ. ഇപ്പം ഫോസ്ഫറസും ഫ്ലൂറിനും. സിമ്പിൾ. നോക്കാം. അതായത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാവും? 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റാണ്. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പാണെങ്കിൽ 15ാമത്തെ ഗ്രൂപ്പാണ് ഇവരുടെ ബാലൻസ് എത്ര? 3 ആണ്. സിമ്പിൾ. ഫ്ലൂറിൻ ആണെങ്കിലോ, ഫ്ലൂറിൻ ആണെങ്കിൽ 17ാമത്തെ ഗ്രൂപ്പാണ്. ഇവരുടെ ബാലൻസ് എത്ര? 1 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? PF
3 എന്നാണ് കിട്ടുക. സിമ്പിൾ. വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇനി ലിഥിയവും ഓക്സിജനും ആണെങ്കിൽ ലിഥിയത്തിൻ്റെത് 1 ആണ് വരിക, ഓക്സിജൻ്റെതാണെങ്കിലോ ഓക്സിജൻ്റെ 16ാമത്തെ ഗ്രൂപ്പാണ് 2 ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക Li2O എന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാം? വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കണോ? ഇനി 4ാമത്തെ വേണമെങ്കിൽ അലുമിനിയവും ഓക്സിജനും. അലുമിനിയം എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പാണ്, വാലൻസി 3. ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പാണ്, വാലൻസി 2. അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് Al2O3. വേണമെങ്കിൽ ഇനി അടുത്ത് അലുമിനിയവും സൾഫറും. അലുമിനിയം 13ാമത്തെ ഗ്രൂപ്പ്, വാലൻസി 3. സൾഫർ 16ാമത്തെ ഗ്രൂപ്പ്, വാലൻസി 2. അപ്പോൾ അടുത്ത് Al2S3. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് 2 എലമെന്റുകൾ എന്നിട്ട് അവരുടെ കോമ്പൗണ്ടിന്റെ ഫോമിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ. മക്കളടുത്ത് പറയാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു വാക്ക് മാത്രമാണ് നിങ്ങൾ പഠിപ്പിക്കാനുള്ളത്. വാക്ക് ഇതാണ്, അനോമലസ് പ്രോപ്പർട്ടീസ് എന്നാണ് വാക്ക്. എന്താണ് അനോമലസ് പ്രോപ്പർട്ടി? എന്താ ഈ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? സാധാരണ നിങ്ങൾക്കറിയാം ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഒരേ പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് ആൽക്കലി മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീസിയം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ഈ എലമെന്റുകളെല്ലാം ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ് ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടിയാണ് സാധാരണ ഉണ്ടാവുക. എന്നാൽ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ പ്രോപ്പർട്ടിയാണ് ഉണ്ടാകേണ്ടതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ചില എലമെന്റുകൾ ആ ബാക്കിയുള്ള എല്ലാ എലമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രോപ്പർട്ടികൾ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ വിളിക്കുന്നവരാണിത് അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു എലമെന്റ് ആണ് ലിഥിയം എന്ന് പറയുന്നത്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്ന് പറയുന്നത് എല്ലാം ആൽക്കലി മെറ്റൽസ് ആണ്. പക്ഷേ ഈ ലിഥിയം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ആൽക്കലി മെറ്റൽസിൽ നിന്നും വിഭിന്നമായ ചില പ്രോപ്പർട്ടീസുകൾ കാണിക്കാറുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയത്തെ നമ്മൾ വിളിക്കുന്നവരാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം എന്നാണ് വിളിക്കുന്നത്. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. എന്തുകൊണ്ടാണ് ലിഥിയം അങ്ങനെ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ലിഥിയത്തിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ സൈസ് ആണ്. സ്മോൾ സൈസ്, ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ലിഥിയം ആ ഗ്രൂപ്പിലുള്ള തന്നെ ബാക്കിയുള്ള എലമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രോപ്പർട്ടി കാണിക്കുന്നത്. ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ വിളിക്കുന്നവരാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ വാക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. വേണമെങ്കിൽ ഞാൻ ലിഥിയം കാണിക്കുന്ന 1-2 അനോമലസ് പ്രോപ്പർട്ടീസ് കൂടി ഞാൻ ഇവിടെ ഇത്തരം അനോമലസ് പ്രോപ്പർട്ടീസ് നമുക്കിത് പഠിക്കാനുള്ള കാരണം, നിങ്ങൾക്ക് ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ആ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനകത്ത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ഒരു ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കുന്നത്. അവിടെയാണ് പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ പഠിക്കുന്ന 1-2 പ്രോപ്പർട്ടീസ് ഞാൻ അനോമലസ് പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ 1-2 പ്രോപ്പർട്ടീസ് പറയാം. ഒന്നാമത് എന്ന് പറഞ്ഞാൽ, സാധാരണ ആൽക്കലി മെറ്റൽസിലെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം തുടങ്ങിയ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിന്റെ ഹാർഡ്നെസ് വളരെ കൂടുതലാണ് എന്നുള്ള. ഒന്നാമത്തെ എങ്ങനെ പറയാം? ലിഥിയം ഈസ് ഹാർഡർ ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം വളരെ ഹാർഡർ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്നാൽ ലിഥിയം വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ഇതിന്റെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ലിഥിയം ഈസ് least reactive with water. അതുപോലെ ലിഥിയത്തിന്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. നാലാമത്തെ, ലിഥിയം എയറുമായിട്ട് മോണോക്സൈഡുകൾ മാത്രമേ ഫോം ചെയ്യില്ല. ഈ പോയിന്റുകളുടെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻസുകൾ പഠിക്കും, എസ് ബ്ലോക്കിൽ പഠിക്കും. ലിഥിയം only form monoxides with air. ഒറ്റൊന്നും കൂടി പഠിച്ചുതരാം. അതായത് ലിഥിയത്തിന്റെ ബൈകാർബണേറ്റ് LiHCO3 എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മാത്രമേ സ്റ്റേബിൾ ആവും. ലിഥിയം ബൈകാർബണേറ്റ് ഈസ് സ്റ്റേബിൾ ഓൺലി ഇൻ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അനോമലസ് പ്രോപ്പർട്ടി എന്ന വാക്ക് മാത്രമേ പറയാനുള്ളൂ. അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടാകാൻ, ലിഥിയം അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം ഈ 3 കാരണങ്ങളാണ്.
അനോമലസ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടി പറയാൻ പറ്റും. ഞാൻ 5 നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. ഈ 5 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ മക്കൾ? അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഈ ടോപ്പിക് നമ്മളിവിടെ പഠിക്കുന്നതാണ്, എസ് ബ്ലോക്കിനകത്ത് പഠിക്കുന്നതാണ്. ജസ്റ്റ് ആ ഒരു ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താ മക്കളെ ഈ ഡയഗണൽ അപ്പോൾ ഏതെന്ന് മനസ്സിലാവും? ഡയഗണലി ആയിട്ടുള്ള എന്തോ ഒരു പ്രോപ്പർട്ടി ആണെന്നാണ്. അപ്പോൾ എന്താ ഡയഗണലിസം ഞാൻ ഇവിടെ കാണിക്കാം. അതിന് മുമ്പ് ഞാനിവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉള്ളത്. മക്കളെങ്ങനെയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഓൾമോസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഒന്നാമത്തെ പീരീഡാണ്, ഇത് രണ്ടാമത്തെ പീരീഡ്. 3, 4, 5, 6, 7 പീരീഡുകളാണ്. നിങ്ങൾക്കറിയാം ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അതുപോലെ തൊട്ടപ്പുറത്ത് ആരുണ്ടാവും? ഇവിടെ ബെറിലിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ദെൻ റേഡിയം. ശരിയാണല്ലോ. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിലെ ഡയഗണലി പ്ലേസ് ചെയ്തിരിക്കുന്ന എലമെന്റുകൾക്ക് ഒരേ പ്രോപ്പർട്ടി വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണിത് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ്? മോഡേൺ പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിലെ ഡയഗണലി പ്ലേസ് ചെയ്തിരിക്കുന്ന എലമെന്റുകൾക്ക് ഒരേ പ്രോപ്പർട്ടി വരുന്നതിന് നമ്മൾ വിളിക്കുന്നവരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി ഷോൺ ബൈ ദി ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സ് ഓഫ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് പീരിയഡ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. എല്ലാവരും പറഞ്ഞാട്ടെ. സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി shown by the diagonally placed elements of the second and third period of modern periodic table is called diagonal relationship. അങ്ങനെ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരാളാണത് ലിഥിയവും മഗ്നീഷ്യവും. അപ്പോൾ നമ്മൾ നേരത്തെ ലിഥിയത്തിന് അനോമലസ് പ്രോപ്പർട്ടി പറഞ്ഞില്ലേ, ലിഥിയം എന്ന് പറഞ്ഞാൽ ഹാർഡർ ദാൻ അതർ ആൽക്കലി മെറ്റൽ. അപ്പോൾ ഈ ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും ഒരേ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ ലിഥിയം ഹാർഡർ ആണെങ്കിൽ അതുപോലെ തന്നെ മഗ്നീഷ്യവും എന്താവും? ഹാർഡർ ആണ്. ലിഥിയം വെള്ളവുമായിട്ട് ലീസ് റിയാക്റ്റീവ് ആണെങ്കിൽ മഗ്നീഷ്യവും എന്താണ്? വെള്ളവുമായിട്ട് ലീസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ആ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് സിമിലർ ആയിട്ട് പറയാൻ പറ്റും. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന് അത് പഠിക്കുന്നുണ്ട്. NCERT ഇങ്ങനെ ഒരു വാക്ക് NCERT ഒരു ഡെഫിനിഷനകത്തൂടെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ടോപ്പിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ വളരെ സിമ്പിളർ ആയിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ മനോഹരമായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കാം. എല്ലാവർക്കും ഈ ചാപ്റ്ററൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവസാനമായിട്ട് ഒറ്റ തവണ കൂടി നമ്മൾ റീകോൾ ചെയ്തുകൊണ്ട് ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. കഴിയുമ്പോൾ എല്ലാവരുടെ കയ്യിലും കൃത്യമായ നോട്ടുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾ സംശയങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ടതാണ് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിത് ആദ്യം മുതൽ പറയുന്ന സമയത്ത് എല്ലാവരും നോട്ട് ബുക്കിൻ്റെ ആദ്യത്തെ പേജിലേക്ക് വരിക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ നോട്ടിനകത്ത് ഉണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തുടങ്ങാം. നമുക്ക് എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു നോക്കാം. അതായത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ നമ്മൾ 4 സെക്ഷനുകളായിട്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തത്. എല്ലാവരും എൻ്റെ കൂടെ സെക്ഷൻസ് എന്ന് പറഞ്ഞാട്ടെ. സെക്ഷൻ നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏർലിയർ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ 4 ഏർലിയർ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടാവുക. ഒന്നാമത്താണ് ദാറ്റ് ഈസ് ഡൊപ്പറൈനർ ക്ലാസിഫിക്കേഷൻ. മക്കളെ ഇത് കണ്ടുപിടിച്ചതാരാ? ജൊഹാൻ ഡൊപ്പറൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. ഇദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത്? എലമെന്റുകളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി ഓരോ ഗ്രൂപ്പിനകത്തും 3 എലമെന്റുകൾ വെച്ചു. അതിന് അദ്ദേഹം വിളിച്ച പേര് ട്രയാഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്താ വിളിച്ചത്? ട്രയാഡ് എന്നാണ്. ഇനി എന്താണ് ലോ ഓഫ് ട്രയാഡ് എന്ന് പറയുന്നത്? എന്താ ലോ ഓഫ് ട്രയാഡ്? അതായത് അറ്റോമിക് weight of the middle element is the approximate average of the other 2 elements. This is called law of triads എന്ന് പറയുന്നത്. ഇത് വളരെ കുറച്ച് എലമെന്റുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ലോ എന്ത് ചെയ്യപ്പെട്ടു പോയി? റിജക്റ്റ് ചെയ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
രണ്ടാമതായിട്ട് നമ്മൾ സംസാരിച്ചത് ഏതായിരുന്നു? ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ആ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ലോനെ നമ്മൾ വിളിക്കുന്ന പേര് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം എലമെന്റുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റിൽ ഇങ്ങനെ വെച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് എട്ടാമത്തെ എലമെന്റിന് ഒന്നാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ളതായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ അതിൽ എട്ടാമത്തെ എലമെന്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒന്നാമത്തെ എലമെന്റിനെ താഴെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ എട്ടാമത്തെ എലമെന്റിന് ഒരേ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് മ്യൂസിക്കൽ നോട്ടിലെ സ ദി ഗ മ പ ധ നി സ വരുന്ന പോലെ ആയതുകൊണ്ട് അത് വിളിച്ച പേര് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ്. ഒക്ട് എന്ന് പറഞ്ഞ 8 അങ്ങനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞ പേര് വരുന്നത്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ വളരെ ചെറിയ പീരിയോഡിക് ടേബിൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കാൽഷ്യം വരെയുള്ള എലമെന്റുകളെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മറ്റൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നോബൽ ഗ്യാസ് ഡിസ്കവർ ചെയ്തതോടുകൂടി ഒന്നാമത്തെയും എട്ടാമത്തെ എലമെന്റ് ഒരേ പ്രോപ്പർട്ടി അല്ലാതായി മാറി. റെഡി? അടുത്തായിട്ട് നമ്മൾ സംസാരിക്കുന്ന ലോത്രമേർ ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യതയില്ല. NCERT നിങ്ങൾ മറച്ചു നോക്കുന്ന സമയത്ത് അതിൽ ഒരൊറ്റ സ്ഥലത്ത് ചെറുതായിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതുകൊണ്ടാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെന്റലീവ്സ് ക്ലാസിഫിക്കേഷനിലേക്ക് പോയി. മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളിലേക്കുള്ള ആദ്യമായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഐഡിയ നൽകിയത് മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മെറിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഡിമെറിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ നമ്പർ 1 ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മക്കൾ നിർബന്ധമായിട്ടും ഈ സെക്ഷൻ വൃത്തിയായിട്ട് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ നമ്പർ 2 പോയി. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അതിനകത്ത് മോഡേൺ പീരിയോഡിക് ലോ പറഞ്ഞു. എന്തായാലും മക്കളെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതിനെയാണ് നമ്മൾ വിളിക്കുക മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. പീരിയോഡിക് ടേബിളിനകത്ത് 18 ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു. ഓരോ ഗ്രൂപ്പുകളും ഏതാണ് എന്നും അതിനെ വിളിക്കുന്ന പേരുകൾ എന്താണെന്ന് പറഞ്ഞു. എല്ലാവരും എന്നോടൊപ്പം നോട്ട് മറക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പീരിയഡുകളെ കുറിച്ച് പറഞ്ഞു. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 7 പീരിയഡുകളുണ്ട്. അതിന് ആദ്യത്തെ പീരിയഡ് നമ്മൾ വിളിക്കുന്ന ഒരു വെരി ഷോർട്ട് പീരിയഡ്, പിന്നെ ഷോർട്ട് പീരിയഡ്, പിന്നെ ലോങ് പീരിയഡ്, വെരി ലോങ് പീരിയഡ്. ആ പേരുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു കാണും. അത് കഴിഞ്ഞ് നമ്മൾ 4 ബ്ലോക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക്, പിന്നെ പി ബ്ലോക്ക്, പിന്നെ ഡി ബ്ലോക്ക്, പിന്നെ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് വൈറ്റ് ആൻഡ് നോട്ട് ഓൺ ബ്ലോക്സ്. അല്ലെങ്കിൽ എസ് ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ഡിയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നിർബന്ധമായിട്ടും മക്കൾ അത് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ നമ്പർ 2 നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ സെക്ഷൻ നമ്പർ 3 പോയി. ദാറ്റ് ഈസ് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. 100ന്റെ മുകളിൽ അറ്റോമിക് നമ്പർ വന്നാൽ എങ്ങനെ നമ്മൾ നെയിം ചെയ്യും അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. നിൽ, അൺ, ബൈ, ട്രൈ, കോഡ്, പെന്റ്, ഹെക്സ്, സെറ്റ്, ഒക്ട്, എണ്ണ്. 101 ആണെങ്കിൽ അൺനിൽ അണിയം, 102 ആണെങ്കിൽ അൺനിൽ ബിയം, 103 ആണെങ്കിൽ അൺനിൽ ട്രിയം, 104 ആണെങ്കിൽ അൺനിൽ കോഡിയം, 105 ആണെങ്കിൽ അൺനിൽ പെന്റിയം, അൺനിൽ ഹെക്സിയം, അൺനിൽ അങ്ങനെയാണ് പോവുക എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിന് IUPAC ആയിട്ട് പേര് കണ്ടുപിടിച്ചതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെന്റലീവിയം, നൊബേലിയം, ലോറൻഷ്യം, റുദർഫോർഡിയം, ഡബിനിയം, സീബോഗിയം, ബോറിയം, ഹാസിയം, മെയ്റ്റ്നേറിയം, ഡംസ്റ്റാറ്റ്ഷ്യം, റോൺറ്റഗനിയം, കോപ്പനിക്യം എന്ന പേരുകളടക്കം നമ്മൾ പഠിപ്പിച്ചാണ്. അതും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബോർഡ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമാകുന്ന ഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ നമ്പർ 4 ആണ്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്. പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ റെഗുലർ ഇന്റർവൽ ഈസ് കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ആദ്യം സംസാരിച്ചത് അറ്റോമിക് റേഡിയസിനെ കുറിച്ചിട്ടായിരുന്നു. അറ്റോമിക് റേഡിയസ് നമുക്ക് 3 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു. കോവാലന്റ് റേഡിയസ്, വാൻ ഡെർ വാൾ റേഡിയസ് ആൻഡ് മെറ്റാലിക് റേഡിയസ്. അത് കഴിഞ്ഞ് നമ്മൾ അയോണിക് റേഡിയസ് പറഞ്ഞു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അയോണൈസേഷൻ എനർജി പറഞ്ഞു. പിന്നെ അയോണൈസേഷൻ എൻതാൽപ്പിയിലെ അയോണൈസേഷൻ എനർജി പറഞ്ഞു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറഞ്ഞു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വാലൻസ് പറഞ്ഞു. അനോമലസ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഡയഗണൽ റിലേഷൻഷിപ്പ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തായിട്ട് നമ്മൾ സംസാരിച്ചു പോയത്. വളരെ സിമ്പിളറായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. മക്കൾക്ക് എന്തെങ്കിലും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.